മരിക്കണതുവരെ കാത്തിരിക്കണോ ബന്ധത്തെ തിരിച്ചറിയാൻ? മരിച്ചു കിടക്കുമ്പോ എൻ്റെ ഉമ്മിച്ച് ഇത്രയും പെട്ടെന്ന് പോയില്ലേ വാപ്പ, ഇനി എനിക്കാരാണുള്ളത്, അങ്ങനെ അങ്ങോട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്ത് കാര്യം? ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ നടുത്തോട്ടി എന്നിട്ട് ആ വാപ്പാടെ നെറുകയിൽ ചുംബിച്ച എത്ര മക്കളുണ്ട്, ചുംബിക്കുന്ന എത്ര മക്കളുണ്ട്? ഉമ്മാനെ ചേർത്ത് പിടിച്ചിട്ട് ആ കവിളത്തൊരു ഉമ്മ കൊടുക്കണ എത്ര മക്കളുണ്ട്? വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ട് എത്ര വന്ന് തലകുത്തി മറിഞ്ഞാലും അള്ളാഹ്ക്കത് വേണ്ട. കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം നമ്മുടെ മഹല്ലിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഒരു പിതാവാണ്, പ്രായം ചെന്നൊരുപ്പ. ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഇടയ്ക്കിടെ പള്ളിയിൽ കാണുന്നൊരു സഹോദരനാണ്. അവസാനം ഉസ്താദെ ഞാൻ വിളിച്ചത് എൻ്റെ ഒരു സങ്കടം പറയാനാണ്. ചെന്തു പറ്റി പറഞ്ഞോളൂ, എൻ്റെ കച്ചവടം ആകെ നഷ്ടത്തിലാണ് ഉസ്താദെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, കച്ചവടമല്ലേ, ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും. നമ്മുടെ തഫ്സീറിലൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, ഏത് ഘട്ടത്തിലും അൽഹംദുലില്ലാ പറയണമെന്ന്. ഉസ്താദിന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. എൻ്റെ കച്ചവടം നഷ്ടത്തിലായിന്ന് ഞാൻ പറഞ്ഞതേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉസ്താദേ. ഞാൻ ഓടി നടന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കുഴിച്ചു മൂടിയത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ആ മക്കള് എന്നെ തിരിഞ്ഞു കുത്താണ് ഉസ്താദേ. ആ മനുഷ്യനിങ്ങനെ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റണില്ല, പൊട്ടിക്കരയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഫോണിലൂടെ തന്നെ. ഒരു വാക്ക് നല്ലതെന്നോട് പറയുന്നില്ല. ഒരു കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ തർക്കുത്തരമല്ലാതെ എൻ്റെ മക്കളുടെ വായിന്ന് വരുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കച്ചവടത്തിൽ ഞാൻ ആകെ തകർന്ന് പൊട്ടിപ്പാളീസായി പോയി ഉസ്താദെ എന്നാ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഇത് ഒരാളുടെ മാത്രം സങ്കടമൊന്നുമല്ല. പല മസ്ലഹത്ത് ചർച്ചകൾക്കുമായി നമ്മുടെ മഹല്ലിൽ പലയിടങ്ങളിൽ ചെന്നപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. പക്ഷെ മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ സാമൂഹികമായ മേഖലകളിലൊക്കെ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ 5 വക്കത്ത് പള്ളിയിലുള്ള ആളുകളുണ്ട്, പക്ഷെ മാതാപിതാക്കളോട് മോശം ബന്ധം ഉണ്ടാക്കുന്നവരാണ്. ഇത് വളരെ ഡേഞ്ചറാട്ടോ. കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഉൾക്കൊള്ളാനും അന്വർത്ഥമാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സ്നേഹം ലഭിക്കാൻ അർഹതയുള്ള 2 മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 പേര് അത് വാപ്പായും ഉമ്മായും തന്നെയാണ്. എന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ. ഇപ്പൊ വേദിക് ഫിലോസഫിയിലൊക്കെ നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടുവരുന്ന ഒരു സംഗതിയാണ് മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളതൊക്കെ. അതൊരിക്കലും ഇസ്ലാമികമായിട്ട് തെറ്റായ ഒരു സംഗതിയൊന്നുമല്ല. മാതാ പിതാ ഗുരു ദൈവം തന്നെയാണ്. ചെറുപ്പത്തിലെ നമ്മൾ ആദ്യമായി കാണുന്നത് മാതാവിനെയാണ്. ആ മാതാവ് പറഞ്ഞിട്ടാണ് ആരാണ് പിതാവ് എന്ന് നമ്മൾ അറിയുന്നത്. ആ മാതാപിതാക്കളിലൂടെയാണ് നമ്മൾ ഗുരുവിനെ കണ്ടെത്തുന്നത്. ആ ഗുരുവിലൂടെയാണ് ദൈവം അള്ളാഹുവിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്രക്ക് നമ്മളെ റെഡിയാക്കി നിർത്തുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാതാപിതാക്കളാണ് എന്നാണ്. അതൊരിക്കലും ഇസ്ലാമിനെതിരായൊരു തത്വമൊന്നുമല്ല, ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തത്വം തന്നെയാണ്. അപ്പൊ വാപ്പയും ഉമ്മയും ഇല്ലാതെ നമുക്ക് അള്ളാനെ കിട്ടൂല. വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ട് എത്ര വന്ന് തലകുത്തി മറിഞ്ഞാലും അള്ളാഹ്ക്കത് വേണ്ട. നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു ഹദീസാണ്. എപ്പോ വാപ്പാടെ ഉമ്മാടെ മഹത്വം പറയുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഹദീസുണ്ട്. ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി, അള്ളാഹുവിന്റെ ഹബീബേ, ഞാൻ ഏറ്റവും നന്നായി ഏറ്റവും മാന്യമായി പെരുമാറേണ്ട മനുഷ്യൻ ആരാണ് നബിയെ? ഉമ്മുക്ക, നിന്റെ ഉമ്മ. സുമ്മ, പിന്നാരാണ് നബിയെ? നിന്റെ ഉമ്മ തന്നെ. പിന്നാരാണ് നബിയെ? നിന്റെ ഉമ്മ തന്നെ. പിന്നാരാണ് നബിയെ? അബൂക്ക, നിന്റെ ബാപ്പയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറെ കേട്ടു പരിചയമുള്ള ഹദീസ് അതല്ലേ ഇത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണയും ഉമ്മ 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 എന്ന് പറഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? അതിന് മുഫസ്സിറുകൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. 3 തവണ ഉമ്മ എന്ന് പറഞ്ഞതിന് 3 കാരണങ്ങൾ കാണാമെന്നാണ്. ഒന്ന് ഗർഭകാലാണ്. ഗർഭകാലം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഹ്നൻ അലാ വഹ്നിൻ. ഒരു എന്താ പറയാ, ഒരു ഇടങ്ങേറ് കഴിയുമ്പോൾ അടുത്ത ഇടങ്ങേറ്. നിരന്തരം പ്രയാസങ്ങളിലൂടെയുള്ള ഒരു പ്രയാണമാണ് ഉമ്മാക്കുള്ളത്.
ഒരുപാട് ഛർദിയും ഉറക്കില്ലായ്മയും എല്ലാം സഹിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ആ പ്രസവ വേദനയൊക്കെ കഴിഞ്ഞ് നിന്നെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്ക് ആ സങ്കടങ്ങളെല്ലാം മറക്കുന്ന പൊന്നുമ്മാനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് ഒന്നാമത് ഉമ്മുക്ക നിന്റെ ഉമ്മ എന്ന് മുത്തുനബി പറഞ്ഞത്. രണ്ടാമത്, ഈ ലോകത്ത് മനുഷ്യൻ സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദന മരണവേദനയാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണത്രേ. ഒരു പഠനമുണ്ട്, അതിന് വിപരീതമായ ചില കാര്യങ്ങളും സയൻസ് പറയുന്നുണ്ടെങ്കിലും ഒരു പഠനം ഇങ്ങനെ കാണാം: എ ഹ്യൂമൻ ബോഡി ക്യാൻ ബിയർ ഓൺലി അപ് ടു 45 ജെൽ ഓഫ് പെയിൻ. ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് 45 ജെൽ ആണെന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായമാണത്. അതല്ല എന്ന് പറയുന്നവരുണ്ട്, ഇരിക്കട്ടെ. ആണെന്ന് പറഞ്ഞവർ, ജെൽ എന്ന് പറഞ്ഞാൽ ഈ വേദന അളക്കുന്ന യൂണിറ്റാണ്. ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നത് 45 ഡെല്ലാണെങ്കിൽ at time of giving birth a mother feels up to 57 gel of pain. This is similar to 20 bones getting fractured at a time. ഒരു ഉമ്മ പ്രസവിക്കുമ്പോഴേ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നത് 45 ഡെല്ലാണെങ്കിൽ ഒരു ഉമ്മ 57 ഡെല്ല് സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. 20 എല്ലുകൾ ഒരുമിച്ച് നുറുങ്ങുന്ന വേദനയാണ് അത്രയത്. 20 ശരീരത്തിൽ 20 എല്ലുകൾ ഒരുമിച്ച് നുറുങ്ങുന്ന വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് മോനെ, നീ മാന്യമായി പെരുമാറേണ്ട രണ്ടാമത്തെ ആളും ഉമ്മുക്ക നിന്റെ ഉമ്മയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മൂന്നാമത്തത് ഉമ്മുക്ക എന്ന് പറയാൻ കാരണം നിന്നെ മുലയൂട്ടിയതും അവളാണ്. അവളെന്ത് പാല് കൊടുക്കാണ്. തന്നെ പാല് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെന്തോ കപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രതീതിയായി കരുതിപ്പോയി. ഇല്ല, ആ 2 കൊല്ലം തുടർച്ചയായിട്ട് പാല് കൊടുക്കുമ്പോ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് അവളില്. ചിലപ്പോഴൊക്കെ താങ്ങാൻ പറ്റൂല, ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും, ദേഷ്യം വരും, പെട്ടെന്ന് കൂളാകും, ചിലപ്പോൾ ഹാർഷായിട്ട് ബിഹേവ് ചെയ്യും. ഇതിന്റെ ഒക്കെ കാരണം ഈ ഫീഡിങ് കൊണ്ട് അങ്ങനെയും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്. ചില ഘട്ടങ്ങളിലൊക്കെ മാറിടങ്ങൾ വിണ്ടു കീറാൻ തുടങ്ങും. ഈ ഞരമ്പുകളിൽ കുത്തുന്ന വേദനയായിരിക്കും കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ. അപ്പോഴൊന്നും കുഞ്ഞിനെ ചീത്ത പറയാതെ, നമ്മളെ ആക്ഷേപിക്കാതെ, എന്റെ കുഞ്ഞ് പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് 2 കൊല്ലം സഹിച്ചും ക്ഷമിച്ചും നമുക്ക് പാല് തരുന്ന ഉമ്മണ്ടല്ലോ മോനെ, മൂന്നാമതും അവളെ തന്നെയാണ് നീ പരിഗണിക്കേണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹ്. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കടപ്പാടാണ്. എങ്ങനെയാണ് ഞാൻ ചിന്തിക്കാൻ, ആ വാപ്പ അത് പറയുമ്പോ, ആ വാപ്പ എന്നെ വിളിച്ചിട്ട് ആ സങ്കടം പറഞ്ഞപ്പോ, എങ്ങനെയാണ് മക്കളെ നിങ്ങൾക്ക് അവരോട് അങ്ങനെ പെരുമാറാൻ കഴിയാന്നാണ്. മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലേ? വെള്ളപ്പൊക്കം ഉണ്ടായി, എല്ലാവർക്കും അറിയാം. താരീഖിന്റെ കിതാബുകളിൽ കാണാം, ആ വെള്ളം പൊങ്ങുന്ന സമയത്ത് ഒരു ഉമ്മ തന്റെ കൈക്കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞാണ്, ആ കുഞ്ഞിനെയും പിടിച്ച് ഉമ്മ നിൽക്കുമ്പോ അരവരെ വെള്ളം എത്തി, ഉമ്മ കുഞ്ഞിനൊന്ന് പൊക്കിപ്പിടിച്ചു. നെഞ്ചു വരെ എത്തി, തലയിലേക്ക് പൊക്കിപ്പിടിച്ചു. കഴുത്ത് വരെ എത്തി, തലക്ക് മേലെ പിടിച്ചു. തലക്ക് മുകളിലും വെള്ളെത്തുമ്പോ ആ പിടിവിടാതെ പിടിച്ചു നിൽക്കുന്ന ഉമ്മാനെ കണ്ടപ്പോ മലക്കുകള് റബ്ബുൽ ആലമീനിലേക്ക് നോക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നുണ്ട്, ലൗ കുൻതു റാഹിമൻ മിൻകും അഹദാ ലറഹിംതുഹാ. അവരിൽ ആരെയെങ്കിലും ഞാൻ രക്ഷിക്കുമായിരുന്നെങ്കിൽ, ആരോടെങ്കിലും അള്ളാഹുവിന്റെ അദാബ് ഇറക്കുമ്പോ ആരോടെങ്കിലും ഞാൻ കരുണ കാണിക്കുമായിരുന്നെങ്കിൽ അത് അവളോടായിരുന്നേനെ എന്ന് അള്ളാഹു പറയുന്നു അത്രേ. സുബ്ഹാനല്ലാഹ്. മാതാവിനോട് അള്ളാഹു റബ്ബുൽ ആലമീൻ അത്രമേൽ കരുണ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. സ്വന്തം ജീവൻ കൊടുത്തും നമ്മളെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണെന്നാണ് അല്ലേ? ഒരു വേള നമുക്ക് കരള് വേണമെന്ന് പറയുമ്പോ കെട്ടിയോളും അടിച്ചു നിൽക്കുമ്പോഴും പെട്ടെന്ന് ചാടി പറയുന്നത് എന്റെ മോന് ഞാൻ കൊടുത്തോളാന്നായിരിക്കും ഉമ്മ പറയാ അല്ലേ? അങ്ങനെയാണ് ജീവൻ തരാൻ തയ്യാറാകുന്ന ആളുകൾ. ഇപ്പൊ നമ്മൾ കുടിക്കുന്ന ഏറ്റവും പരിശുദ്ധമായൊരു പാനീയമുണ്ട്, സംസം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാ? സംസല്ല. അഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു നീലു മിസ്റ തുമ്മ ബാക്കിൽ അൻഹറു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബിയുടെ വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ച വെള്ളമാണ്. അവിടുത്തെ മുജ്സത്ത് ഉണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ച വെള്ളം. യലീഹി മാഉ സംസം, അടുത്തത് സംസാൻ, പിന്നെ ഹൗദുൽ കൗസറാണ്, പിന്നെ നൈൽ നദിയിലെ വെള്ളമാണ്, പിന്നെ സാധാരണ എല്ലാ വെള്ളവും ഒരേ മഹത്താണെന്നാണ്. ആ സംസത്തിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അവിടെ ഒരു ഉമ്മയും മകനും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ?
തന്റെ കുഞ്ഞ് വിശന്നൊട്ടിയ വയറുമായി കിടക്കുമ്പോ ആ ഉമ്മ രണ്ട് മലകൾക്കിടയിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഓടാണ്. ഒരു തവണ ഓടിയപ്പോ തന്നെ ഉമ്മക്ക് മനസ്സിലായി ഒന്നുമില്ല, എന്നാലും തവക്കുലാണ്, എന്റെ റബ്ബ് തരും. എന്റെ കുഞ്ഞ് പട്ടിണി കിടക്കുമ്പോ ഉമ്മ എല്ലാം മറന്നു ഓടുകയാണ്. ആ ഓട്ടത്തിന്റെ പിന്നാലെ തിരിച്ചു വരുമ്പോണ്ട് കുഞ്ഞ് കാലിട്ടടിക്കുന്നിടത്ത് ഉറവ പൊട്ടുകയാണ്. സംസം അടങ്ങ് അടങ്ങ് അടങ്ങെന്നാണ്. അവിടെയും കാണാം ഒരു ഉമ്മയുടെയും ആ വെള്ളം കുടിക്കുമ്പോ എങ്ങനെയാണ് സ്വന്തം ഉമ്മാനെ സ്നേഹിക്കാത്ത, സ്വന്തം വാപ്പാനെ സ്നേഹിക്കാത്ത ഒരു കുഞ്ഞിന്, ഒരു മകനെ നിനക്ക് എങ്ങനെയാണ് സംസം കുടിക്കാൻ പറ്റുക എന്നാണ്. ഉമ്മാനോട് സ്നേഹമില്ലാത്ത, ഉമ്മാനെ വെറുപ്പിച്ചിട്ട, വാപ്പാനെ വെറുപ്പിച്ചിട്ട മകനെ നിനക്ക് എങ്ങനെയാണ് സംസം കുടിക്കാൻ പറ്റുക? ഉമ്മ എന്ന വസന്തത്തെ ചേർത്ത് പിടിക്കണം എന്നാണ്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കവിതകൾ മുഴുവൻ ഉമ്മാനെ കുറിച്ചാണ്, കഥകൾ മുഴുവൻ ഉമ്മാനെ കുറിച്ചാണ്. ഒരു കവിയും ബാപ്പയെ വർണ്ണിച്ച് കണ്ടിട്ടില്ല അല്ലെ? വളരെ വളരെ വിരളാണ്. വർണ്ണനകൾ മുഴുവൻ ഉമ്മയെക്കുറിച്ച് മാത്രം. ബാപ്പയെ പലരും മറന്നുപോവാൻ. യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ പ്രതീക്ഷകളാണ് നമ്മളെല്ലാവരും. പല ആളുകൾക്കും ബാപ്പ ഒരു ദുഷ്ടനായ കഥാപാത്രമാണ്. അതിന്റെ കാരണം ഒരു പരിധി ഒരു ഉമ്മയാണ്. ബാപ്പ വരട്ടട കാണിച്ചു തരാട്ട നിന്നെന്നാണ് അല്ലേ? ബാപ്പ വരട്ടെങ്കിട് നിന്നെ കാണിച്ചു തരാ. ഇത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ബാപ്പ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര സത്വത്തെ പോലെ ഒരു ഭീകരനാക്കി നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. നാലാമത് മുത്തുനബി പറഞ്ഞത്, അബൂക്ക നിന്റെ വാപ്പ, ആ വാപ്പാനോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ നിന്റെ നിസ്കാരമോ നിന്റെ നോമ്പോ നിന്റെ അമലോ ഒന്നും അല്ലാഹ്ക്ക് വേണ്ട. സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാൻ ചില വരികൾ ഇങ്ങനെ വായിച്ചു. ഉപ്പയുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ടെന്റെ വർണ്ണക്കുപ്പായങ്ങൾക്ക്. ശരിയല്ലേ? വെള്ളം മാത്രം കുടിച്ചുപ്പ വിശപ്പടക്കുന്നതും പറഞ്ഞ് വിതുമ്പാറുണ്ടായിരുന്ന അടുപ്പത്തെ തിളച്ച പാൽപാത്രം. ചിലപ്പോഴൊക്കെ ഒരു പിതാവിനെ കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം ഇങ്ങനെ നല്ല പുരിവെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യുമ്പോൾ, പണ്ടെപ്പോഴും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ മുമ്പാണ്, ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ട്, ഇത്തിരി വെള്ളം കുടിച്ചുകൂടെ, ഇങ്ങനെ ഈ വെയിലത്ത് നിന്ന് ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ആവണോ? ആ വെള്ളം കുടിക്കണ പൈസ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തുകൂടെ എന്നാണ്. ഇതാണ് വാപ്പ, ഇതാണ് വാപ്പ. നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് വാപ്പയെ അല്ലേ? ഉപ്പയുടെ കഷണ്ടിത്തലയുടെ പരപ്പായിരുന്ന മുകളിലെ ഭംഗിയുള്ള സീലിംഗ് ചുമരുകൾക്ക് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ ആ കഷണ്ടിത്തല, ആ മനുഷ്യൻ ഒഴുക്കിയ വിയർപ്പിന്റെ ഫലമെന്നോണം കൊഴിഞ്ഞുപോയ മുടികൾ നിനക്ക് താമസിക്കാനുള്ള വീടായി പടർന്നു പന്തലിച്ചത് അവിടെ നിനക്ക് കാണാം. ഉപ്പയുടെ ആയുസ്സിന്റെ ചവർപ്പുണ്ടായിരുന്നതിന്റെ തീരാത്ത മോഹങ്ങൾക്കാണ് ഞാൻ. എന്റെ മോഹങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ഉപ്പ. ചിലപ്പോൾ ഉപ്പാക്ക് ഉണ്ടാവും കൊതി, എനിക്ക് ഉംറക്ക് പോകണം, എനിക്ക് ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്ന ആഗ്രഹങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ കുട്ടി വന്നിട്ട് പറയാം, വാപ്പ എനിക്ക് ഇന്നാലിന്ന കോഴ്സ് ചേരണം എന്ന് പറയുമ്പോൾ ഉംറയൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ മോന്റെ കൊതി നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന വാപ്പ. ആ ബാപ്പയില്ലാതെ നിനക്കൊരമലുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചറിയാതെ പോയിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കളെ. ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എനിക്ക് സമ്പത്തുണ്ട് നബിയേ, എനിക്ക് മക്കളുണ്ട് നബിയേ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് പൈസ ഉണ്ട്, ഞാനിതൊക്കെ ഉണ്ടാക്കി, ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വാപ്പ അതിൽ നിന്ന് ഇടക്ക് വന്ന് അടിച്ചു മാറ്റുന്നുണ്ട് നബിയെ. എൻ്റെ വാപ്പ വന്ന് എൻ്റെ സമ്പത്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നബിയെ. ഇടക്കിടക്ക് മൂപ്പര് വന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് സാധനം പൈസ ഇങ്ങനെ പൊക്കുന്നുണ്ട്. വാപ്പാനെ വിളിച്ചൊന്ന് ഉപദേശിക്കാനാ പറയണത്. അവിടുത്തെ മുഖം ചുവന്നു. സയ്യിദുനാ റസൂലുള്ളാഹ്, എടാ നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പക്കുള്ളതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീയും നിന്റെ സമ്പത്തും, നിന്റെ സമ്പത്ത് എന്നൊക്കെ പറയണത് അത് ഉണ്ടാക്കാനുള്ള ആരോഗ്യം എവിടെ നിന്നുണ്ടായി? ആ മനുഷ്യന്റെ വിയർപ്പാണെന്ന് പറയാതെ പറഞ്ഞു തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങൾ ഉണ്ട് കേട്ടോ, ഒരുപാട് കവാടങ്ങളുണ്ട്. അതിലേറ്റവും മനോഹരമായ കവാടം നിന്റെ ബാപ്പയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. ആ ബാപ്പാനെ വേദനിപ്പിച്ചിട്ട് നീ ഏത് സ്വർഗത്തിലേക്കാ പോണത്? ആ വാപ്പാടെ പൊരുത്തമില്ലാതെ ഏത് സ്വർഗത്തിലേക്കാ നീ പോണത്? ആ വാപ്പാനെ ചീത്ത പറഞ്ഞും ആക്ഷേപിച്ചും വെറുപ്പിച്ചും ഇട്ടിട്ട് എത്ര കോടാനുകൂടി റക്അത്തുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുത്തി പറഞ്ഞാലും പടച്ചോനത് വേണ്ട. ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും വേണം, പാപ്പയും വേണം. രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയണം. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ വാപ്പായും ഉമ്മായും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്. അവര് ഭാര്യയും ഭർത്താവുമാണ്. അവർക്കിടയിൽ
ഇണക്കവും മിണക്കമൊക്കെ ഉണ്ടാവും. നിങ്ങൾ സൈഡ് ചേർന്ന് നിൽക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേരും ബാപ്പയും ഉമ്മയുമാണ്. അവരെ ചേർത്ത് പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, പുണ്യനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയൻ, അവിടുന്ന് പറയുന്നുണ്ട്, ഒരാൾക്ക് ബാപ്പയും ഉമ്മയുണ്ട്, എന്നിട്ടോ ഫയുസ്ബിഹു വഹുവ മുഹ്സിനുൻ ഇലൈഹിമാ ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൈനി മിനൽ ജന്ന. ഒരു മനുഷ്യന് ബാപ്പയും ഉമ്മയും ഉണ്ട്. നേരം വെളുത്തപ്പം മുതൽ ആ ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തിന് വേണ്ടി ആ മനുഷ്യൻ കഷ്ടപ്പെട്ടു. അവരുടെ പൊരുത്തത്തിന് വേണ്ടിയാണ് അയാൾ ജീവിച്ചത്. ബാപ്പാടും ഉമ്മാടും പൊരുത്തം നോക്കി അയാൾ ജീവിച്ചെങ്കിൽ അവന് സ്വർഗത്തിലെ 2 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. 2 കവാടങ്ങൾ തുറക്കപ്പെടും. അതിന്റെ വിശദീകരണമുണ്ട്. ഒന്ന് ദുനിയാവിൽ തന്നെയാണെന്നാണ്. ബാപ്പയെയും ഉമ്മയെയും സന്തോഷിപ്പിക്കുന്നവനാണോ നീ? നിനക്ക് ദുനിയാവിൽ തന്നെ സ്വർഗ കവാടങ്ങളെല്ലാം തുറന്നു തരും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ തന്നെ സമാധാനം ആസ്വദിക്കാൻ പറ്റും. ബാപ്പാനെയും ഉമ്മാനെയും വെറുപ്പിച്ചിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നരക കവാടങ്ങളല്ലാതെ തുറക്കപ്പെടില്ല. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ എന്നൊന്ന് ഉപദേശിക്കണേ അല്ലാ, ഊസിക ബി, എന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണേ മൂസ. എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഉടനെ പറഞ്ഞു, പടച്ചോനെ ഇനിയും എന്നൊന്ന് ഉപദേശിക്കാമോ? ഊസിക ബി ഉമ്മിക, നിങ്ങളുടെ ഉമ്മയുടെ കാര്യത്തിലും ശ്രദ്ധിക്കണേ മൂസ. വീണ്ടും എന്തെങ്കിലും ഒന്ന്. ഊസിക ബി അബീക, നിങ്ങളുടെ പിതാവിന്റെ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തണേ മൂസ. അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരാ നമ്മള്. എന്തിനേറെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോണ ഒരു സ്വഹാബി ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്ങോടാ? ഞാനിങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോണ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. എനിക്ക് ബാപ്പയും ഉമ്മയുണ്ടോ? വയസ്സായ ബാപ്പയും ഉമ്മയും ഉണ്ട് നബിയെ. എങ്കിൽ തിരിച്ചു പോകണം വീട്ടിലേക്ക്. അവർക്ക് ഖിദ്മത്ത് ചെയ്തോ, അവർക്ക് സേവനം ചെയ്തോ. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിഹാദ് എന്ന ആ ഒരു പേരിനെ, ആ ടെക്സ്റ്റിനെ എത്രമാത്രം വക്രീകരിക്കുന്നുണ്ട്. അള്ളാന്റെ മാർഗത്തിലുള്ള പ്രയത്നം എന്നാണ് അതിന്റെ അർത്ഥം. മാതാപിതാക്കളെ സേവിക്കൽ അള്ളാന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെക്കാൾ വളരെ പ്രാമുഖ്യമുള്ളതാണ്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ കാണാം, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടണേ. അല്ലാഹുവിനെ വഴിപ്പെടണം. ചേർത്ത് പറയണം റബ്ബ്, മാതാപിതാക്കൾക്കും വഴിപ്പെടണം. അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാന്യമായി പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം വാപ്പാനോടും ഉമ്മാനോടും. പാപ്പോളി ഒന്ന് പോയ വാപ്പ, പറഞ്ഞു പോരുത്. വളരെ വളരെ പൊളൈറ്റ് ആയിട്ട്. വാപ്പാക്ക് എപ്പോഴും മനുഷ്യരിങ്ങനെ ടെങ്ങറാക്കാണ്. പറയരുതടോ, അങ്ങനെയൊന്നും പറയരുത്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണേ, പടച്ചോനെ എന്റെ ചെറുപ്പത്തിൽ അവരെന്നോട് കരുണ ചെയ്തതുപോലെ അവരോട് നീ കരുണ ചെയ്യണേ അല്ലാ. നിരന്തരം ദുആ ചെയ്യണേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ എത്രയൊക്കെ ഓമനിച്ച് പുന്നാരിച്ച് താലോലിച്ച് വളർത്തുന്ന മക്കളാണെങ്കിലും നമുക്ക് ഉറപ്പുണ്ട്, എന്റെ കുട്ടീനെ ഇത്ര കാർക്കശ്യത്തോടെ ഞാൻ വളർത്തിയാൽ എനിക്ക് ഉപകാരമുള്ള കുട്ടിയായി വളരും. വെറുതെയാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറിയത്, സെയിം അതേ പാറ്റേണിൽ തിരിച്ചടിക്കും. നീ ചെയ്തത് നിനക്ക് തിരിച്ചു ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ വളരെ പുന്നാരിച്ച് എന്റെ ഉള്ള ചോദിക്കുന്നതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. That doesn't matter. ഒന്നൊരു വിഷയമല്ല. നമ്മൾ മാതാപിതാക്കളോട് ചെയ്തത് അല്ലാഹ് തിരിച്ചു തരും. മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് അല്ലാഹ്. അത് തന്നെ തിരിച്ചു തരും. സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് റിളാ റബ്ബുക ഫീ റിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. വസുഖ്തുഹു ഫീ സുഖ്തിഹിമാ. അല്ലാഹുവിന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. 3 ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനില്. അതിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ട്. 3 ആയത്തുകളിലും ഈ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ 2ഉം സ്വീകരിക്കില്ല. മനസ്സിലായില്ല? 3 വ്യത്യസ്ത ആയത്തുകൾ. ഓരോ ആയത്തിലും 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 ഒരെണ്ണം ചെയ്തില്ലെങ്കിൽ 2ഉം സ്വീകരിക്കില്ല. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒന്നാമത്തേത് അഖീമുസ് സ്വലാത്ത വആതുസ് സക്കാ.
നിങ്ങൾ നിസ്കരിക്കണേ, അതോടൊപ്പം സക്കാത്തും കൊടുക്കണേ. സക്കാത്ത് കൊടുക്കാൻ കഴിവുണ്ടായിട്ട് ഒരാൾ 5 പൈസ സക്കാത്ത് കൊടുത്തില്ല, നിസ്കാരം ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഒന്ന് ചെയ്തില്ല, മറ്റത് ചെയ്തു. അവന്റെ നിസ്കാരവും സ്വീകരിക്കൂല, അവന്റെ സക്കാത്തും സ്വീകരിക്കില്ല. ഇനി രണ്ടാമത്തെ വിഷയം അള്ളാഹ്ക്ക് വഴിപ്പെടണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെടണം. ഒരാൾ പറയാം റസൂലുള്ളാഹിക്കൊന്നും ഞാൻ വഴിപ്പെടൂല, അള്ളാഹ്ക്ക് വേണമെങ്കിൽ വഴിപ്പെടാം. അള്ളാഹ്ക്ക് വഴിപ്പെട്ടതും അള്ളാഹ്ക്ക് വേണ്ട. ഒന്ന് ചെയ്തില്ലെങ്കിൽ രണ്ടും സ്വീകരിക്കില്ല. മൂന്നാമത്തേത് എന്നോട് നന്ദി ചെയ്യണേ, നിന്റെ മാതാപിതാക്കളോടും നന്ദി ചെയ്യണേ. അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ നന്ദിയില്ലാതെ എത്ര സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തിട്ടും കാര്യമില്ല. വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ട് എത്ര സുജൂദിൽ കിടന്നിട്ടും എത്ര സ്വതക്ക ചെയ്തിട്ടും കോടാനുകോടി സക്കാത്തുകൾ കൊടുത്തിട്ടും കാര്യമില്ല. ബാപ്പയും ഉമ്മയും അതൊരു സ്വത്താണ്. അത് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അള്ളാഹ്ക്ക് അത് അത്രമേൽ ഇഷ്ടമെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. ആരിഫീങ്ങൾ പറയുന്നുണ്ട് അന്നഹു ലാ യംബഗി ലിൽ വലദ് അൻ യതകല്ലമ ഇദാ ശഹിദ വാലിദൈനി ഇല്ലാ ബിഇദ്നിഹിമാ. ബാപ്പാടെ ഉമ്മാടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുമ്പോ അവരുടെ അനുവാദമില്ലാതെ നീ സംസാരിച്ചു തുടങ്ങരുത് എന്നാണ്. സംസാരിച്ചു തുടങ്ങരുത് എന്നാണ്. എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴല്ല, കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പഠിച്ച ഒരു കുട്ടിയാണ്. ആള് ഭയങ്കര ആക്റ്റീവാണ്. ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹൈപ്പർ ആക്റ്റീവാണ്. എന്തിനും ഏതിനും മുമ്പിലുണ്ടാവും. ഒരു കാര്യത്തിന് വിളിച്ച സാർ ഞാനുണ്ട്. ഒരിക്കലും എൻ്റെ വീട്ടിൽ ചെന്നപ്പോ പാപ്പായും ഉമ്മയൊക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. പൂച്ചക്കുട്ടിയെ പോലെ. അപ്പൊ ഞാനോട് ചോദിച്ചു, നിന്റെ ഈ വീറും വായിച്ചൊന്നും വീട്ടിൽ കാണുന്നില്ലല്ലോ എന്നാണ്. അതന്ന് അങ്ങയുടെ ക്ലാസ്സിൽ ഞാൻ കേട്ടിരുന്നു. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലി ഇമാമ പറഞ്ഞില്ലേ, വാപ്പാടെയും ഉമ്മാടെയും മുമ്പിൽ അവരുടെ അനുവാദം ഇല്ലാതെ സംസാരിക്കരുതെന്ന്. ഞാനത് അന്ന് മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ ആയിരിക്കണം നമ്മളെന്ന് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവരുടെ മുമ്പിൽ കയറി ഇങ്ങ് നടക്കരുത് എന്നാണ്. അതൊരു അഹങ്കാരത്തിന്റെ നടത്തമായി അവർ പരിചയപ്പെടുത്തുക. അവരുടെ മുമ്പിൽ നടക്കല്ല, അവരുടെ പിറകിലായി നടക്കണം. ഒരു സേവകനെ പോലെ ജീവിക്കണം എന്നാണ്. ബാപ്പയും ഉമ്മയും അത്രമേൽ പരിഗണിക്കണം. ഈ ഉമ്മത്ത് ഇത്രമേൽ മോശമാകാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? അദബില്ലാതെ പോയതുകൊണ്ടാണ്. വാപ്പാനോടും ഉമ്മാനോടും അദബില്ല, ഇൽമിന്റെ അഹ്ലുകാരോട് അദബില്ല. ഇബ്ലീസിന് ഇൽമുണ്ടായിരുന്നു, അദബുണ്ടായിരുന്നു ഇല്ല. അള്ളാന്റെ പള്ളി ബഹുമാനിക്കേണ്ട സ്ഥലത്തെ പരിഗണിക്കുന്ന എത്ര പേരുണ്ട്? അള്ളാന്റെ പള്ളിയിലേക്ക് വരുമ്പോ പോലും മുണ്ടക്കം മടക്കി കുത്തി തുടയും കാണിച്ചില്ലേ, 2 അടിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് പള്ളിയിലേക്ക് കയറി വരുന്ന എത്ര കാക്കാന്മാരുണ്ട്. എന്ത് അദബാണ് നമുക്കുള്ളത്? എന്നിട്ട് നമ്മൾ ഉമ്മത്തിനെ ഇങ്ങനെ ഉദ്ഘോഷിക്കാൻ നടക്കുക. അദബ് നഷ്ടപ്പെട്ടു, സമുദായം മോശമായി. വാപ്പയെയും ഉമ്മയെയും പരിഗണിക്കാത്ത മക്കളായി മാറി. 5 വഖത്ത് നിസ്കരിച്ചത് കൊണ്ട് എന്ത് കാര്യം? ആ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ബാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം നിനക്ക് വേണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തൊക്കെ ചെയ്താലും ആ കടമ തീരില്ല എന്നാണ്. ഇപ്പോ ചില 10 അടിസ്ഥാന കടമകൾ ഇമാമിങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. ഒന്നാമത്തേത് കാണാം, അന്നഹു ഇദാ ഇഹ്താജ ഇലാ തുആമിൻ അത്അമഹു. അവരൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. അതായത് ഇപ്പൊ ഗർഭിണിയായിരിക്കുമ്പോൾ നിന്റെ ഭാര്യ പറയണം, കാക്ക എനിക്ക് ഇങ്ങനെ ഒറിജിനൽ ആര്യാസിലെ മസാല ദോശ കഴിക്കണം. വാമുത്തേ നമുക്ക് പോവാന്നെ. എന്നാ വാപ്പായും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ, എന്നെ പൊന്നുപിച്ച് മനുഷ്യനിപ്പോ നേരമില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് നീയെങ്കിൽ നീ അവരുടെ പൊരുത്തമില്ലാത്ത കുട്ടിയാണ്. അവരൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം എന്നാണ്. രണ്ടാമത്തേത്, അവർക്ക് ആവശ്യമുള്ള വസ്ത്രം കൊടുക്കണമെന്നാണ്. അവരെന്താണോ കൊതിക്കുന്നത് അത് കൊടുക്കാൻ കഴിയണം. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം കൊടുക്കണം. മൂന്നാമത്തേത്, അവര് നിന്റെ സേവനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അവർക്ക് സേവനം ചെയ്യണം. മോനെ ഉമ്മച്ചി പറയണം, മോനെ കടയിൽ നിന്ന് ഇത്തിരി പച്ചക്കറി മേടിച്ചോണ്ട് പോടാ. എന്റെ പൊന്നും വെച്ച് ഇന്നും മാച്ച് നടക്കണ ദിവസമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറയുന്ന കുട്ടിയായാൽ സ്വാലിഹല്ല. അവന്റെ അമലുകളൊന്നും അല്ലാഹ്ക്ക് വേണ്ടെന്ന്. എന്ത് തിരക്കുണ്ടെങ്കിലും അവരെ ഖിദ്മത്ത് ചെയ്യാൻ വിളിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ മാന്യമായി പറയണം അവരോട്, അവരെ ഖിദ്മത്ത് ചെയ്യാൻ വിളിക്കപ്പെട്ടാൽ അവരെ അനുസരിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. നാലാമത്തേത്, ഇദാ ദഅാഹു അജാബ വഹദറ. അവർ വിളിച്ചാൽ ഉത്തരം ചെയ്യണം, ഉടനെ ഉത്തരം ചെയ്യണം. എന്തിനേറെ നമ്മൾ ഏറ്റവും വലിയ മീറ്റിംഗിലാണ് അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്, സുന്നത്ത് നിസ്കാരം.
സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ഞാൻ റുക്കൂയിലാണ്. അപ്പോഴാണ് ഉമ്മ വിളിക്കേണ്ടത്, മോനെ ആ റുക്കു അവിടെ നിർത്തിയിട്ട് ഉമ്മയുടെ വിളിക്ക് പോയി ഉത്തരം ചെയ്യണം. എന്താ ഉമ്മ വിളിച്ചത്? എന്താ ഉമ്മച്ചി വിളിച്ചത്? ഞാൻ നിസ്കരിച്ചോട്ടെ എന്നിട്ട് വന്ന് തിരിച്ച് നിസ്കരിക്കണം. ഫർള് നിസ്കാരാണെങ്കിൽ പറ്റൂല കേട്ടോ, നിസ്കാരം ബാത്തിലായി പോവും. അങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല. ഫർള് നിസ്കാരാണെങ്കിൽ ഒരേ ഒരു മനുഷ്യന്റെ വിളി, അതിന് മാത്രം ഉത്തരം ചെയ്യാൻ പാടുള്ളൂ. അതാരാ? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തനബി വിളിക്കുകയാണെങ്കിൽ ഫർളല്ല സുന്നത്തല്ല ഏതാണെങ്കിലും ഇറങ്ങി പോകണം. സുന്നത്ത് നിസ്കാരാണെങ്കിൽ ഉമ്മ വിളിച്ചാൽ ഉടനെ ഉത്തരം ചെയ്യണമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ ഹദീസിൽ നിന്ന് വെച്ചാൽ. അഞ്ചാമത്തേത്, ഇദാ അമറ, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം അവര് കൽപ്പിച്ചാൽ ഉടൻ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യണം, പറ്റാത്തതാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. 6, അയ്യചകല്ലമ ബികലാമിൽ ലയ്യിനിൻ, വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് സൂക്ഷ്മതയോടെ സംസാരിക്കണം. നമ്മളിപ്പോൾ ഖുർആനിൽ ഒരുപാട് കേട്ടിട്ടുള്ള സംഗതിയാണ്, അവരോട് ഉഫ് എന്ന് പോലും പറയരുത്. ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനോട് ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് ഉഫ് ഉഫ് എന്നൊക്കെയാ അല്ലേ. അതുപോലും ആ ഒരു നോട്ടം പോലും വാപ്പാനോടും ഉമ്മാനോടും ഉണ്ടാകരുത് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ്. അല്ല യദ്ഉ ബിസ്മി, അവരുടെ നാമം വിളിക്കരുത്, അതുപോലെ അതപകേടായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. 7ാമതായിട്ട് പേര് വിളിക്കരുത്. 8ാമത്തേത് അയ്യംഷി ഖൽഫ, അവരുടെ പിന്നിൽ നടക്കണം, മുമ്പിൽ കയറി അഹങ്കാരത്തോടെ നടന്നു പോകരുത്. 9ാമത്തേത് അവൻ ഇഷ്ടമുള്ളത് അവർക്കും ഇഷ്ടപ്പെടണം, അവൻ വെറുക്കുന്നത് അവർക്ക് വേണ്ടിയും വെറുക്കണം. അതായത് ഞാൻ ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ റൂമിൽ ഒരു AC വെക്കുമ്പോ ഉമ്മയുടെ റൂമിലും അല്ലെങ്കിൽ ഉമ്മച്ചിനോട് ചോദിക്കണം, ഉമ്മച്ചി AC ഒരെണ്ണം വാങ്ങി വെക്കട്ടെ. വേണ്ട മോനെ, അല്ലെങ്കിൽ തന്നെ ഉമ്മക്ക് തണുപ്പ് പറ്റൂല. ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ മാത്രം ഇതുകൊണ്ടൊന്ന് വെച്ചിട്ട് അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കരുത്. എനിക്ക് വെറുക്കുന്ന സംഗതികൾ ഞാൻ അവർക്കും വെറുക്കണം, എനിക്കിഷ്ടമുള്ളത് അവർക്കും ഇഷ്ടപ്പെടണം, എങ്കിലേ പൂർണ്ണനായ മുഅ്മിനാകൂ എന്നാണ്. 10ാമത്തേത് അയ്യദ്ഉ ലഹു ബിൽ മഗ്ഫിറ കുല്ലമാ യദ്ഉ ലിനഫ്സി, നീ എപ്പോഴാണോ സ്വന്തത്തിന് വേണ്ടി ദ്വാരക്കുന്നത് അപ്പോഴെല്ലാം മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം. എപ്പോഴും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എപ്പോഴും ദ്വാരക്കണം. എൻ്റെ കാര്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോഴെല്ലാം വാപ്പയും ഉമ്മയും എൻ്റെ പ്രാർത്ഥനയിൽ കടന്നു വരണം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ബാപ്പാനും ഉമ്മാനെയും നോക്കേണ്ടത് മരുമക്കളുടെ ഡ്യൂട്ടി അല്ലേ. ബാപ്പാനും ഉമ്മാനെയും നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടി അല്ല? നിങ്ങൾ പറയണില്ല, ആരുടെ ഡ്യൂട്ടി അല്ല? പറയണില്ലല്ലോ. അത് ബാപ്പാനമ്മനെ നോക്കേണ്ടത് മരുമക്കളാണോ? പിന്നെ ആരാ? കെട്ടിയോക്ക് വേറെ വാപ്പായുമ്മായി എവിടെ ഉണ്ട്? കലാപം ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ ഇത്. വാപ്പാനമ്മനെ നോക്കണ്ടെന്നല്ല, അത് അവളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അവളുടെ റെസ്പോൺസിബിലിറ്റി അവളുടെ വാപ്പാനുമ്മാനെ നോക്കലാണ്, നിങ്ങളുടെ വാപ്പാനുമ്മാനെ നോക്കലല്ല. ചില ഡയലോഗുകളുണ്ട്, ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഉള്ളപ്പോൾ ഏറ്റവും ഇളയ അനിയനെ കൊണ്ട് കെട്ടിച്ചിട്ട് ഇനിയിപ്പോ അവന്റെ കെട്ടിയോള് നോക്കട്ടെ ഉമ്മാനെ. ഓ, ഉമ്മ ഇത് പണ്ടങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അല്ല, അതിനർത്ഥം മരുമോള് നോക്കണ്ടെന്നല്ല കേട്ടോ. ഇനി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല, ഞങ്ങൾ ഇനി നോക്കൂല, അങ്ങനെയല്ല. ഭർത്താവിന്റെ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മയാണ്, ഭാര്യയുടെ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ വുദു മുറിയില്ല. അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയാൽ പോലും, നിങ്ങൾ ത്വലാഖ് ചൊല്ലിയാൽ പോലും ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ, ഭാര്യയുടെ ഉമ്മയായിരുന്നവരെ തൊട്ടാൽ പോലും വുദു മുറിയില്ല. അത്രമേൽ മാതൃത്വം അവിടെയുണ്ട് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണത്. പാപ്പ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ എപ്പോഴും എന്നോട് മാത്രം ചോദിക്കാണ്ട് നിങ്ങൾക്ക് വേറെ പിള്ളേരില്ലേ എന്ന് പറയരുത്. നിന്നോട് ചോദിക്കുന്നതിൽ നീ അഭിമാനം കണ്ടെത്തണം. ഓ പഠിച്ചോനെ, ഇത്ര മക്കളുണ്ടായിട്ട് വാപ്പിച്ച് എന്നോടാണല്ലോ ചോദിച്ചത്, അൽഹംദുലില്ലാ, ഇനി എനിക്ക് കൊടുക്കാൻ പറ്റണേ അല്ലാ. അവൻ നന്നാവും, അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറയുന്നുണ്ട്, തർക്കു ദുആഇ ലിൽ വാലിദൈനി യുദീഖുൽ ഐശ അലൽ വലദ്. വാപ്പാടെ ഉമ്മാടെ മേൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാതിരുന്നാൽ ജീവിതം ഇങ്ങനെ കുടുസായി വരും. എപ്പോഴും ടൈറ്റ്, ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ്, സമാധാനം ഉണ്ടാവില്ല. വാപ്പാടെ ഉമ്മാടെ മേൽ ദുആ ചെയ്യാത്ത മക്കൾക്ക് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും സ്ട്രെസ്സും ഡിപ്രഷനും. നമ്മുടെ യൂസുഫ് അലി സാഹിബിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴൊക്കെ ദുആ ചെയ്താലും എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യുന്നതായിരുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മനുഷ്യന് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവന് ഡിപ്രഷനേ ഉണ്ടാവൂ. സ്വഹാബത്ത് പറയാൻ, നിരന്തരം നമ്മൾ എപ്പോഴെല്ലാം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നുണ്ടോ അപ്പോഴെല്ലാം മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവൂലേ വാപ്പാനോടും ഉമ്മാനോടും, അവരുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കുകയാണ് അവർ മരിച്ചു പോണതെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു. എന്നാൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട്,
ഒരു ചാൻസ് വേണമെങ്കിൽ അള്ളാഹു ചിലപ്പോൾ തന്നാലോ, അവൻ കാരുണ്യവാനല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അയ്യകൂനൽ വലദു സ്വാലിഹൻ ഫി നഫ്സി, നീ സ്വയം സ്വാലിഹാകണം. നിങ്ങളുടെ വാപ്പാടെ ഉമ്മാടെ ഏറ്റവും വലിയ കൊതി എന്താണെന്നറിയോ? നീ ഒന്ന് നന്നായി കാണലാണ് മോനെ. അതുകൊണ്ട് നീ അങ്ങ് നന്നായിട്ട് അള്ളാഹിനോട് തൗബ ചെയ്ത് നോക്ക്. ചിലപ്പോ വാപ്പാടെ ഉമ്മാടെയും പൊരുത്തം അല്ലാഹ് വാങ്ങിത്തരും. രണ്ടാമത്, അയ്യസ്ല ഖറാബതഹുമ വഅസ്ദിഖാഹുമ, വാപ്പാടെ ഉമ്മാടെയും ബന്ധുക്കള്, കൂട്ടുകാര്, ഇവരുമായിട്ടൊക്കെ ബന്ധം പുലർത്തണം. അതവർക്ക് വലിയ ഇഷ്ടമാണെന്നാ. ഞാൻ ചോദിക്കട്ടെ, വാപ്പായും ഉമ്മായും മരിച്ചിട്ട് മുത്താപ്പാനെയും കൊച്ചാപ്പാനെയും തിരിഞ്ഞു നോക്കുന്ന, അല്ലെങ്കിൽ മുത്തുമ്മാനെയും എളിമാനെയും ഒക്കെ തിരിഞ്ഞു നോക്കുന്ന മക്കൾ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ വാപ്പാടെ കൂട്ടുകാരെ കാണുമ്പോൾ മൈൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അവരോട് ബന്ധം പുലർത്തൽ അത് വാപ്പക്കും ഉമ്മക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അത് അവരുടെ ഇഷ്ടത്തിന് നിധാനമാണ് എന്നാണ്. മൂന്നാമത്തേത്, അയ്യസ്തഗ്ഫിറ ലഹുമ, അവർക്ക് വേണ്ടി പാപമോചനം തേടുക. എപ്പോൾ നമ്മൾ ദ്വാരക്കുമ്പോഴും പടച്ചോനെ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ. അയ്യദുഅ ലഹുമ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഖബർ വെളിച്ചാക്കണേ അല്ല, അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ല. അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഖുർആൻ ഖത്മ തീർക്കുക. റമദാൻ വരുമ്പോൾ മാത്രം ഖുർആൻ എടുത്തു വെച്ച് ആർക്കോ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെയല്ല. എപ്പോഴും ഖുർആനിൽ നിന്ന് ഒരു പേജെങ്കിലും ഓതിയിട്ട് ഇതിന്റെ മിസ്ല സവാബ് എൻ്റെ വാപ്പാടെ ഹദറത്തിലേക്ക്, എൻ്റെ ഉമ്മാടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ല. വയതസദ്ദഖ അൻഹുമ, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യാം. അല്ലേ? നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്, സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ തന്നത് എന്നെ മരിച്ചുപോയ വാപ്പാടെ ഉമ്മാടെ പേരിലാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ചെയ്യാൻ കഴിയുന്ന മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. ഏറ്റെടുത്തവർക്കെല്ലാം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മരിച്ചാലും തീരാത്ത ബന്ധം. പക്ഷെ ആ ബന്ധത്തെ തിരിച്ചറിയാൻ മരിക്കണത് വരെ കാത്തിരിക്കണോ? വേണോ? മരിക്കണത് വരെ കാത്തിരിക്കണോ ബന്ധത്തെ തിരിച്ചറിയാൻ? മരിച്ചു കിടക്കുമ്പോ എൻ്റെ ഉമ്മിച്ച് ഇത്രയും പെട്ടെന്ന് പോയില്ലേ വാപ്പ, ഇനി എനിക്കാരാണുള്ളത്, അങ്ങനെ അങ്ങോട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്ത് കാര്യം? ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ നടത്തോട്ടി എന്നിട്ട് ആ വാപ്പാടെ നെറുകയിൽ ചുംബിച്ച എത്ര മക്കളുണ്ട്? ചുംബിക്കുന്ന എത്ര മക്കളുണ്ട്? ഉമ്മാനെ ചേർത്ത് പിടിച്ചിട്ട് ആ കവിളത്തൊരു ഉമ്മ കൊടുക്കണ എത്ര മക്കളുണ്ട്? ഉമ്മാടെ മടിയില് തലവെച്ച് കിടക്കുന്നത് എപ്പോഴാ? കല്യാണത്തോടു കൂടി ഇതൊക്കെ തീർന്നിട്ടുണ്ട് പല ആളുകൾക്കും. പിന്നെ ഉമ്മാടെ മടിയിൽ കിടക്കാൻ പേടി. അവളെന്ത് വിചാരിക്കും? ഉമ്മാനോടാണ് കൂടുതൽ സ്നേഹം നമ്മൾ വിചാരിക്കുവോ? ബാപ്പാനെ ചേർത്ത് പിടിക്കുമ്പോ അവളെന്ത് ചിന്തിക്കും? അങ്ങനെ ജീവിതം ഉമ്മായും ബാപ്പായായിട്ട് ബന്ധം മുറിഞ്ഞുപോയി എത്ര മക്കളുണ്ട് കൂട്ടത്തില്. സമാധാനം ഉണ്ടാവൂല എന്ന് പഠിപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ. നെയ്പായസം എന്ന് പറയുന്ന ചെറിയൊരു കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് അവളിങ്ങനെ അടുക്കളയിൽ കിടന്ന് ഓടുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോയിട്ടുണ്ട്, മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഭക്ഷണം റെഡിയാക്കണം. അവളിങ്ങനെ അടുക്കളയിൽ കിടന്ന് ഓടുക. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ എവിടെയോ തട്ടിയിട്ട് അവളിങ്ങനെ മറിഞ്ഞു വീഴുന്നുണ്ട്. ബോധം കെട്ടുപോയി. നേരങ്ങളിങ്ങനെ കഴിഞ്ഞു, നേരം കടന്നുപോയി. ഭർത്താവ് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോണ്ട് വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അവനിങ്ങനെ അകത്തേക്ക് കയറി നോക്കുമ്പോ അടുക്കളയിൽ തൻ്റെ പ്രിയപ്പെട്ടവളതാ ബോധമറ്റ് കിടക്കാൻ. അവളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എന്താ? മരിച്ചിട്ട് കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ട്. അങ്ങനെ ശവദാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട് അല്ലേ? ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് വരിക. അമ്മയില്ലാത്ത വീട് അത് വെറും ഒരു കെട്ടിടമാണ്. ഉമ്മയുടെ താരാട്ടില്ലാത്ത, ഉമ്മയുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളില്ലാത്ത, ഉമ്മയുടെ ശാസനകളില്ലാത്ത വീട് വെറും കെട്ടിടമാണ്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണടച്ച് ചിന്തിക്കാറുണ്ട് എൻ്റെ ഉമ്മയുടെ ശബ്ദത്തിലേക്ക്. അല്ലേ? എൻ്റെ ഉമ്മ ഇങ്ങനെ ഇടക്കിടക്ക് എനിക്ക് പാടിത്തരും. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബിള്ളിന് ഫീസത്ത് മാല. നിങ്ങൾ മറന്നു? ഓർമ്മയില്ലേ? ഞാൻ തുടങ്ങിയിടുന്നേ മുഷ്ഫിഉൻ മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഉമ്മയില്ലാത്ത വീട് വെറും ഒരു കെട്ടിടം തന്നെയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും യാസീൻ കാണാപ്പാടാക്കിയിരുന്നു. ഉമ്മ ഓതുന്നത് കേട്ട് ഇങ്ങനെ പഠിച്ചു. ഉമ്മയില്ലാത്ത വീട് ഒരു കെട്ടിടമാണ്. ആ വീട്ടിലേക്കാണ് ഈ അച്ഛൻ കുട്ടികളെയും കൊണ്ട് വരുന്നത്. കുട്ടികൾക്ക് വിശക്കുന്നുണ്ട്. അടുക്കളയിൽ കയറി നോക്കുമ്പോൾ അമ്മ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്രേ, ഒരു പാത്രത്തിൽ ചോറുണ്ട്, സാമ്പാറുണ്ട്, കൂട്ടുകറിയുണ്ട്, ഒരു പളുങ്കു പാത്രത്തിൽ നെയ്പായസമുണ്ട്.
അപ്പൊ അദ്ദേഹം മരണത്തിന്റെ ഗന്ധമുള്ള ഭക്ഷണം എൻ്റെ മക്കൾ കഴിക്കണ്ടെന്ന് പറഞ്ഞ് ആകെ അറിയുന്ന കഞ്ഞി ഉണ്ടാക്കാൻ പോയപ്പോൾ മക്കൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കിയത് തന്നെ കഴിക്കണം. ആ മനുഷ്യൻ ഇങ്ങനെ കോലായിൽ പോയിരുന്ന് തൻ്റെ പ്രിയപ്പെട്ടവളെ കുറിച്ച് ഓർക്കുമ്പോൾ പായസമൊക്കെ കഴിച്ചിട്ട് മക്കൾ വന്ന് പറയുന്നുണ്ട്, അച്ഛാ അമ്മ ഉണ്ടാക്കിയ പായസത്തിന് എന്തൊരു രുചിയാണല്ലേ എന്ന്. യഥാർത്ഥത്തിൽ ഇതവള് ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ടിയിരുന്നതല്ലേ, മരിച്ചിട്ട് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ? ആര് കേൾക്കാൻ? ബന്ധങ്ങളെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ചേർത്ത് പിടിക്കാൻ കഴിയണം. മരിച്ചിട്ട് നിലവിളിച്ചിട്ട് ആരറിയാൻ? ആര് കേൾക്കാൻ? ആ ചേർത്ത് പിടിക്കലിന് അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ചേർത്ത് പിടിക്കാതെ നീ അള്ളാന്റെ മുമ്പിൽ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. ഷഫീഉനാ റസൂലുള്ളാഹ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ബർസഖി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ.